SFIയുടെ ഒരു വെടിക്ക് ഒന്നല്ല രണ്ടു പക്ഷി എന്ന് പറയാതെ വയ്യ. സതീശന് വെച്ച കുഴിയിൽ സുരേന്ദ്രനും വീണു. റോജിയെ പിണറായി വിജയൻ തൂക്കി തൂക്കി. അപ്പോ അടപടലം. UDF സംഘപരിവാർ പ്രേമലു നാട്ടിലെങ്ങും പാട്ടായി. നമസ്കാരം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോണിനോട് ചോദ്യങ്ങളുമായി SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് കളത്തിലിറങ്ങിയതോടെ നമ്മുടെ റോജി വല്ലാതെ കിടന്ന് വിയർക്കുകയാണ്. കേരളത്തിലെ സർവകലാശാലകളിൽ ഗവർണർ ഇടപെടുന്ന രീതി ആരംഭിച്ചത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണെന്ന് റോജി എം ജോൺ മാധ്യമങ്ങളോട് പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു കാണുമല്ലോ. ഇതാണ് SFIയെ ചൊടിപ്പിച്ചത്. ഈ വിഷയത്തിലാണ് സഞ്ജീവ് ചോദ്യങ്ങൾ ആയിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. FBയിലാണ് തന്റെ പോസ്റ്റ്. നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. പറയുമ്പോൾ എല്ലാം പറയണം, സത്യസന്ധമായി പറയണം. റോജി എം ജോൺ മാധ്യമങ്ങളെ കണ്ട് കാവ്യവൽക്കരണം അനുവദിക്കില്ല, ഗവർണർ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്താണ് ഇടപെട്ട് തുടങ്ങിയത്, ഇങ്ങനെ പറഞ്ഞതായി കണ്ടു. ബഹുമാനപ്പെട്ട മന്ത്രിയോടുള്ള ചോദ്യങ്ങൾ വളരെ ലളിതമാണ്. ഒന്ന്, കഴിഞ്ഞ സർക്കാർ കാലത്ത് യൂണിവേഴ്സിറ്റികളിൽ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഗവർണർ ഇടപെട്ടപ്പോൾ അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയും മുന്നണിയും എടുത്ത നിലപാട് എന്താണ്? രണ്ടാമത്തെ ചോദ്യം, ഇടതുകാലത്ത് കണ്ണൂർ സർവകലാശാല സെനറ്റിലേക്ക് കോൺഗ്രസ് നേതാക്കളെ ഇതേ സംഘ് ഗവർണർ നോമിനേറ്റ് ചെയ്തപ്പോൾ അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയും എടുത്ത നിലപാട് എന്താണ്? മൂന്നാമത്തെ ചോദ്യം, കാലിക്കറ്റ് സർവകലാശാലയിൽ ഇന്ന് VC ആയിരിക്കുന്ന കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവായ പ്രൊഫസർ രവീന്ദ്രനെ സംഘപരിവാർ നിയമിക്കുമ്പോൾ നിങ്ങളുടെ സർവീസ് സംഘടനയുടെ നേതാവിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടാത്തത് എന്തുകൊണ്ടായിരുന്നു? ഇടതുപക്ഷ കാലത്ത് ഗവർണർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ താല്പര്യത്തോടെ ഇടപെടുമ്പോൾ അതിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റുകയായിരുന്നു മിസ്റ്റർ റോജി എം ജോൺ, നിങ്ങളുടെ പാർട്ടിയും മുന്നണിയും. മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ വസ്തുനിഷ്ഠമായി അവതരിപ്പിക്കാൻ തയ്യാറാകണം. MG സർവകലാശാലയിലും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തലവനായും സംഘപരിവാർ നിയമനങ്ങൾ നടക്കുമ്പോൾ ഗവർണറോട് തർക്കത്തിൽ ഇല്ലെന്ന് പറഞ്ഞത് നിങ്ങളായിരുന്നു മിസ്റ്റർ റോജി എം ജോൺ. എന്നിട്ടിപ്പോൾ പൊതുജനങ്ങൾ കാവ്യവൽക്കരണത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നുവെന്ന് കാണുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വായിൽ തോന്നുന്നത് പറഞ്ഞാൽ അങ്ങ് സത്യമാവില്ല. കഴിഞ്ഞ സർക്കാർ, അതിന്റെ മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇവരൊക്കെയും ഗവർണറുടെ തെറ്റായ ഇടപെടലിനെ ചോദ്യം ചെയ്താണ് മുന്നോട്ട് പോയത്. സുപ്രീം കോടതി വരെ എത്തി ആ പോരാട്ടം. ഇത്തരം സംഘപരിവാർ ഇതര സർക്കാരുകളോട് ഗവർണറെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപെടൽ കേരളത്തിലെ മാത്രം സംഭവമല്ല. അതും കോൺഗ്രസുകാരായ റോജി എം ജോൺ മനസ്സിലാക്കുന്നത് നന്നാകും. നിങ്ങൾ അറിയാതെയാണ് നിങ്ങളുടെ സർവകലാശാലകളിൽ VCയും സെനറ്റ് അംഗങ്ങളും ഒക്കെയും വരുന്നതെങ്കിൽ അതിന്റെ കാരണക്കാരൻ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഗവർണറോട് ഉണ്ടാക്കിയ ഡീലാണ്. വെറും നോക്കുകുത്തിയായി ഗവർണർ ആൻഡ് വകുപ്പ് മേധാവി ഭരണം കണ്ട് സെക്രട്ടേറിയറ്റ് ഓഫീസിൽ ഇരിക്കുന്നതിന് ഭേദം രാജിവെച്ച് പുറത്തു പോകുന്നതാണ് നല്ലത്. ഒന്നുമില്ലെങ്കിലും കോൺഗ്രസിലെ ഒറ്റയാൾ പോരാട്ടം നടത്തിയ സംഘപരിവാർ വിരുദ്ധ പോരാളി എന്നെങ്കിലും നിങ്ങളെ ചരിത്രം വാഴ്ത്തും എന്നാണ് എന്തായാലും പറഞ്ഞത്. പിന്നാലെ റോജി എം ജോൺ ന്യായീകരണങ്ങളൊക്കെ ആയിട്ട് എത്തി. ഇതിന് പക്ഷേ പിണറായി വിജയനാണ് മറുപടി നൽകിയത്. ഒപ്പം SFI നേതാവായിട്ടുള്ള സഞ്ജീവും ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് പിണറായി വിജയന്റെ ആ ഒരു മറുപടി നോക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സർവകലാശാലകളിലെ RSS അജണ്ടയ്ക്ക് കുട്ടപിടിച്ച് UDF സർക്കാർ എന്നുള്ളതാണ്. രാഷ്ട്രീയ പിതാവായ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള കോട്ടയം MG സർവകലാശാലയെ കാവ്യ ഉതപ്പിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്കെതിരെ മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾ രംഗത്ത് വരണം. UDF സർക്കാർ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ചാൻസലർ കൂടിയായ ഗവർണറുടെ ഓഫീസിൽ നിന്നും MG സർവകലാശാലയുടെ പിൻസീറ്റ് ഡ്രൈവിംഗിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ഒരു അക്ഷരം ഉരിയാടാൻ പാങ്ങില്ലാത്തവരായി മാറിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ഭരണ നേതൃത്വം. സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴ്പ്പെട്ട UDF സർക്കാരിന്റെ മൗനം മതനിരപേക്ഷ കേരളത്തോടുള്ള വഞ്ചനയാണ്. ഗവർണർ ഓഫീസിനെ മുൻനിർത്തി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലവും LDF സർക്കാർ എങ്ങനെയാണ് അതിനെ പ്രതിരോധിച്ചതെന്ന് കേരളം കണ്ടതാണ്. അത്തരം നീക്കങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും എതിർക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും അന്നുണ്ടായിട്ടില്ല. എന്നാൽ ഗവർണറുമായി ഏറ്റുമുട്ടലിനില്ലെന്നാണ് UDF സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആവർത്തിക്കുന്നത്. മതനിരപേക്ഷ വിശ്വാസികളിൽ ആശങ്കയുണർത്തുന്ന നിലപാടാണിത്. ഇത് ആരെങ്കിലും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ കാര്യമല്ല എന്നാണ് എന്തായാലും റോജി എം ജോൺ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നാലെ തന്നെ സഞ്ജീവിന്റെ മറ്റൊരു മറുപടി കൂടി വന്നു. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്: രാജ്യത്തെ കേന്ദ്ര സർക്കാർ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് BJP ഇതര ഗവൺമെന്റുകളെ തകർക്കാനുള്ള ശ്രമം ഗൂഢപദ്ധതി പോലെ രാജ്യത്തെമ്പാടും നടപ്പിലാക്കപ്പെട്ടതാണ്. കേരളത്തിൽ ആദ്യമായി തുടങ്ങിയത് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായപ്പോൾ ആണ്. അന്ന് തൊട്ട് അതിനെതിരെ ശക്തമായ നിലപാട് ഇടതുപക്ഷവും അതിന്റെ സർക്കാരും ഏറ്റെടുത്തു. എന്നാൽ അന്ന് ബഹുമാനപ്പെട്ട റോജി എം ജോൺ അങ്ങയുടെ പാർട്ടിയും മുന്നണിയും കേരളത്തിൽ എടുത്ത നിലപാട് എന്തായിരുന്നു? സംഘപരിവാർ താത്വിക ആചാര്യന്മാരെ ഒരു സർവകലാശാലയും കേരളത്തിൽ പാഠ്യഭാഗമാക്കിയിട്ടില്ല. കണ്ണൂർ സർവകലാശാലയിൽ ഒരു RSSകാരനെയും പഠിപ്പിച്ചിട്ടുമില്ല. ഇടത് സർക്കാർ അങ്ങനെ ഒരു നിലപാടും മുന്നോട്ട് വച്ചിട്ടില്ല. പറയുമ്പോൾ സത്യത്തിന്റെ കണിക ഉണ്ടാകണം. ഈ വീതം വെപ്പിന്റെ കാര്യം
കേരളത്തിൽ ഭരിച്ചിരുന്ന ഇടത് സർക്കാരിനെ നിയമവിരുദ്ധമായി മറികടന്ന് ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്ത ഗവർണർ സർവകലാശാല സ്ഥാനമാനങ്ങൾ വീതം വെച്ചത് മിസ്റ്റർ റോജി എം ജോൺ നിങ്ങളുടെ പാർട്ടിയുമായിട്ടാണ്. കണ്ണൂർ മുതൽ കേരള വരെ മുഴുവൻ സർവകലാശാലകളിലും സംഘപരിവാറിനോട് കീഴ്പ്പെട്ട് അവർ നൽകുന്ന സെനറ്റ് സിൻഡിക്കേറ്റ് സ്ഥാനങ്ങൾ തമ്മിൽ വീതം വെക്കുകയായിരുന്നു നിങ്ങൾ. ഗവർണറുടെ ഓഫീസിൽ നിന്ന് വരുന്ന പട്ടികയിൽ നിശ്ചിത എണ്ണം കോൺഗ്രസുകാരുടെയും ലീഗുകാരുടെയും പേരുകൾ യഥേഷ്ടം വന്നുകൊണ്ടേയിരുന്നു. അതിനെക്കുറിച്ച് അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? ഒട്ടനവധി ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എന്തിനേറെ ഇപ്പോഴും തുടരുന്ന ഉദാഹരണമായി കാലിക്കറ്റ് VC-യെ തന്നെ നോക്കിയാൽ മതി. കോൺഗ്രസ് അധ്യാപക സംഘടനയുടെ നേതാവായ പ്രൊഫസർ രവീന്ദ്രനെ കാലിക്കറ്റ് VC-യായി നിയമിച്ചത് RSS-കാരനായ ഗവർണറാണ്. കെ സുധാകരൻ എന്ന അന്നത്തെ KPCC പ്രസിഡന്റിനോട് സംഘപരിവാർ കാവ്യവൽക്കരണം കേരളത്തിൽ സർവകലാശാലകളിലേക്ക് ഗവർണർ കൊണ്ടുവരുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അവരുടെ കൂട്ടത്തിലും നല്ല ആളുകൾ ഇല്ലേ, അവരും വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം ഗവർണർ RSS അജണ്ട നടപ്പാക്കുന്നതിന് തെളിവില്ലെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് മലയാളികൾക്കറിയാം RSS-കാരനായ ഗവർണറെ എതിർത്തത് ആരാണെന്നും പൂവിട്ട് പൂജിച്ചത് ആരാണെന്നും. എല്ലാം കഴിഞ്ഞ് ഇന്നും ഇന്നലെയും നാളെയും എന്നൊക്കെ ഫേസ്ബുക്കിൽ കുടിച്ചാൽ പോരാ. MG യൂണിവേഴ്സിറ്റിയുടെ VC സർക്കാർ പാനൽ കൊടുക്കാതെ എങ്ങനെ നിയമിക്കപ്പെട്ടു? സെനറ്റിൽ 30 പേരിൽ എങ്ങനെ 19 RSS-കാർ വന്നു? ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ലോക്ഭവനിൽ ഇരുന്ന് ഇതെല്ലാം ചെയ്യുന്ന ഗവർണർക്കെതിരെ നിലപാട് പറയണം. കേരളത്തിന്റെ സർവകലാശാലകളെ കണ്ട സംഘികൾക്ക് വിട്ടുതരില്ലെന്ന് പ്രഖ്യാപിക്കണം. ധൈര്യമുണ്ടോ അതിന് മിസ്റ്റർ റോജി എം ജോൺ? അല്ലാതെ സർവകലാശാലകളെ കീഴടക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഗവർണറെ രാഷ്ട്രീയപരമായും നിയമപരമായും തെരുവിലും കോടതിയിലും നേരിട്ട ഇടതുപക്ഷത്തിനെതിരെയും അതിന്റെ നേതാക്കളെയും വിമർശിച്ചതുകൊണ്ട് ഒന്നുമാകില്ല. പ്രതിപക്ഷത്തിരുന്നപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയായിരുന്നു നിങ്ങൾ. ഗവർണറെ വിമർശിക്കാതെ ഗവർണർ നടത്തുന്ന കാവ്യവൽക്കരണം ഏതാനും കുറച്ച് സിൻഡിക്കേറ്റ് സെനറ്റ് സ്ഥാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അടിയറവ് വെച്ചു. അതുകൊണ്ട് MG സർവകലാശാലയുടെ VC സെനറ്റ് നിയമനത്തിൽ നിലപാട് പറയൂ, എന്നിട്ടാവാം ഫേസ്ബുക്കിൽ ഗിരിപ്രഭാഷണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും UDF-നെ വിമർശിക്കുമ്പോൾ ഈ BJP നേതാക്കൾ കളത്തിലേക്ക് വരുന്നത് ഈ SFI-യും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഒക്കെ പറയുന്നത് ശരിയാണ് എന്ന് ശരിവെക്കുന്നതാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ഉണ്ടല്ലോ സുരേന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. എന്തായാലും പ്രതികരണത്തിനെതിരെയും സഞ്ജീവ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് സുരേന്ദ്രൻ പറഞ്ഞത്: IAS തലപ്പത്തെ മാറ്റം. SFI എന്ന് പറഞ്ഞാൽ ആന എന്നാണോ വിചാരം? SFI പറയുന്നത് കേട്ടിട്ടാണോ സർക്കാർ ഭരിക്കേണ്ടതാണ് എന്നാണ് നമ്മുടെ ഈ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന് മറുപടിയായിട്ട് സഞ്ജീവ് പറയുന്നത് ഇങ്ങനെയാണ്: UDF സർക്കാരിന്റെ തീരുമാനങ്ങൾ ചോദ്യം ചെയ്താൽ G ആണ് പ്രതികരണവുമായി വരുന്നതെന്ന് അറിഞ്ഞില്ല. എന്തായാലും കൊള്ളാം. ഇത് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. UDF സർക്കാരിനെ നയിക്കുന്നത് സംഘപരിവാർ തീരുമാനങ്ങളാണെന്ന്, ഡീൽ നടന്നിരിക്കുന്നുവെന്ന് അവരെ പറഞ്ഞപ്പോൾ സുരേന്ദ്രൻ ജിക്ക് പൊള്ളി. ന്യായമായ കാര്യങ്ങൾ പറയുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, അത് തുടരും. ആനയോട് ഉപമിച്ചത് എന്തായാലും കൊള്ളാം. ആ AVP പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം, വർഗീയതയും കൊണ്ട് കേരളീയ ക്യാമ്പസുകളിൽ പോകേണ്ട, അവിടെ മതനിരപേക്ഷ ആനയുണ്ടെന്ന്. സമയമുണ്ടെങ്കിൽ ആ ഗവർണർക്കും എന്നാണ് മാസ് ഡയലോഗാണ് എന്തായാലും സഞ്ജീവ് സുരേന്ദ്രനോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും SFI റോജി എം ജോണിനെ എടുത്ത് ഉടുത്തു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. റോജി എം ജോൺ ചവിട്ടി നിൽക്കാൻ വേണ്ടി ചെയ്തതൊക്കെ വലിയ രീതിയിൽ തന്നെ അങ്ങ് തിരിച്ചടിയായി എന്നാണ് പറയാനുള്ളത്. ഇങ്ങനെ വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡീലുകൾ സംഘപരിവാറും BJP-യും ഒക്കെ ആയിട്ടുള്ള ഡീലുകൾ ഈ UDF നടത്തിയിട്ടുണ്ടോ എന്ന ജനങ്ങളുടെ സംശയമൊക്കെ ഏകദേശമൊക്കെ ഇപ്പോ ക്ലിയർ ആയി കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു ചോദ്യത്തിന് പോലും ഉത്തരം നൽകാൻ കഴിയുന്നില്ല റോജി എം ജോണിനും അതുപോലെ തന്നെ VD സതീശനും സംഘത്തിനും ഒക്കെ എന്നുള്ളതാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ബന്ധം എത്രത്തോളം ഉണ്ടെന്നൊക്കെ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.